Assalamu alaikum. Hi children, how are you? Do you know me? It's me, Rahima. Are you ready to study EVS? It is the first class of us. We can start with the dua. Okay, all of you say, Rabbi yassir, wala tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Do you know about our body? Yes, we are studied in the last year. Which is the largest organ of our body? Skin. Then inside the skin what is there? Muscles. Inside the muscles what is there? Bones. These bones protect the delicate internal organs of our body. എന്താണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് എന്ത് പറയുന്നത്? നമ്മുടെ സ്കിൻ. നമ്മുടെ സ്കിന്നിൻ്റെ ഇൻസൈഡിൽ എന്താണ് നമുക്കുള്ളത്? മസിൽസ് ആണല്ലേ. മസിൽസിൻ്റെ അകത്ത് എന്താണുള്ളത്? ബോൺസ്, നമ്മുടെ അസ്ഥികൾ. ഈ അസ്ഥികൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ എല്ലാം വളരെ കെയറായിട്ട് സംരക്ഷിക്കുന്നു അല്ലേ. ദെൻ നമ്മുടെ ഓർഗൻസ് എല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ ബോഡിയെ എന്ത് ചെയ്യുന്നത്? ഹെൽത്തി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. Then can we ready to study about our body? Yes. In this chapter we can study about our organ. നമ്മുടെ അവയവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. Then first we can say cells. എന്താണ് നമ്മുടെ ബോഡി? ബോഡി ഈസ് മെയ്ഡ് വിത്ത് ദ ബേസിക് യൂണിറ്റ് കോൾഡ് സെൽ. നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഏറ്റവും ചെറിയ വസ്തുവാണ് എന്ത്? സെൽ എന്ന് പറയുന്നത്. സെൽ ഈസ് ദ ബേസിക് ആൻഡ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് അവർ ബോഡി. ദെൻ there are in many cells in our body. നമ്മുടെ ബോഡി ഒരുപാട് അനേകായിരം സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി നിർമ്മിതമായിരിക്കുന്നത്. സെയിം കൈൻഡ് ഓഫ് സെൽസ്. ഇതാണ് സെയിം കൈൻഡ് ഓഫ് സെൽ. ദ സെയിം kind of cells joined together to form a tissue. ഇതാണ് നമ്മുടെ ബോഡി നിർമ്മിതമായിരിക്കുന്ന അടിസ്ഥാന ഘടകമാണെന്ത്? സെല്ലെന്ന് പറയുന്നത്. ഈ സെയിം കൈൻഡ് ഓഫ് ഒരേപോലെയുള്ള സെല്ലുകൾ ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? ഒരു ടിഷ്യൂ ആകുന്നു. ദ സെയിം കൈൻഡ് ഓഫ് സെൽസ് ജോയിൻ ടുഗദർ ടു ഫോം എ ടിഷ്യൂ. ദ സെയിം കൈൻഡ് ഓഫ് സെൽസ് ജോയിൻ ടുഗദർ ടു ഫോം എ ടിഷ്യൂ. ദെൻ എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ്. എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ്. എന്താണ്? ഒരു കൂട്ടം ടിഷ്യൂസ് ചേർന്ന് എന്തുണ്ടാവുന്നു? എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ്. A group of different tissues. A group of different tissues joined to form an organ. എന്താണ്? നമ്മുടെ ബോഡി നിർമ്മിതമായിരിക്കുന്ന ബേസിക് യൂണിറ്റാണ് സെല്ലെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടം സെല്ലുകൾ ചേർത്ത് എന്തുണ്ടാവുന്നു? ഒരു ടിഷ്യൂ ഉണ്ടാവുന്നു. ലൈക്ക് ദാറ്റ് എ ഗ്രൂപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടിഷ്യൂസ്. വ്യത്യസ്തമായ ഈ ടിഷ്യൂസ് ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ആൻ ഓർഗൻ. ഓർഗൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ അവയവം. ദെൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗൻ. ഒരുപാട് തരത്തിലുള്ള ഓർഗൻസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗൻസ് വർക്ക് ടുഗദർ. ഒരുപാട് തരത്തിലുള്ള അവയവങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് എന്തുണ്ടാവുന്നു? Together to form an organ system. Can you get? Same kind of cells join together to form a tissue. A group of different tissues. വ്യത്യസ്തമായ ടിഷ്യൂസ് ചേർന്ന് എന്തുണ്ടാവുന്നു? An organ. Then different kinds of organ work together to form an organ. Then different kinds of organs work together to form an organ system. Can you understand?
Then there are two types of organ system in our body, that are external and internal organs. External and internal organs are there in our body. Do you know what are the external organs? Yes, correct. നമ്മുടെ ബോഡിയുടെ പുറമേ കാണുന്ന നമ്മുടെ ബോഡി പാർട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്റ്റേണൽ ഓർഗൻസ് എന്ന് പറയുന്നത്. ക്യാൻ യു സേ സം ഓഫ് ദ എക്സ്റ്റേണൽ ഓർഗൻസ്? യെസ്, അവർ ഹെഡ്, അവർ ഹാൻഡ്സ്, ലെഗ്സ്, ഷോൾഡർ, all are the external organs. Can you say some of the sense organ? Eyes, nose, ears, tongue and skin. These are the external organ and we can call together it സെൻസ് ഓർഗൻസ്. നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത് എക്സ്റ്റേണൽ ഓർഗൻസ് ആയ ഐസിനെയും നോസിനെയും ഇയേഴ്സിനെയും ടങ്ങിനെയും സ്കിന്നിനെയും ചേർത്താണ്. Then we can study the definition of external organs. External organs. The organs that are visible to us are called external organs. അതായത് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള കാണാൻ പറ്റുന്ന നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്റ്റേണൽ ഓർഗൻസ്. എക്സാമ്പിൾ ഹെഡ്, ഷോൾഡർ, ഹാൻഡ്, ലെഗ് എക്സെട്ര. നമ്മുടെ the organs that are visible to us are called external organs. Then do you know what is called the internal organ? The organs that are seen inside the body and we cannot see it directly are called internal organs. അതായത് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കാണുന്ന അവയവങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻറ്റേർണൽ ഓർഗൻസ്. ഇൻറ്റേർണൽ ഓർഗൻസിനെ നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതായത് നമ്മുടെ ഹാർട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ലങ്സ്, നമ്മുടെ സ്റ്റൊമക്ക്, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ കിഡ്നി, അതുപോലെ ഒരുപാട് അവയവങ്ങൾ നമ്മുടെ ബോഡിയുടെ പുറത്തുള്ളതുപോലെ നമ്മുടെ ബോഡിയുടെ അകത്തും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. അൽഹംദുലില്ലാ അല്ലേ? Internal organs, the organs that are seen inside the body and we cannot see it directly are called internal organs. Example heart, then lungs, then kidney, etc. Definition of external organ: the organs that are visible to us are called external organ. Head, shoulder, hand, leg, etc. Then internal organ, the organs that are seen inside the body and we cannot see it directly. നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ബോഡി പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റേണൽ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് heart, lungs, kidney, etc. Then we can study in this chapter more about our internal organs. ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായി പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇന്റേണൽ
ഓർഗൻസിനെ കുറിച്ചാണ്. ഇൻറ്റേർണൽ ഓർഗൻ ആയിട്ടുള്ള ബ്രെയിൻ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻ ആണ് എന്ത്? ബ്രെയിൻ. Have you ever wondered about how we can solve mathematical problem? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ ഒരു കണക്ക് കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ബ്രെയിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊരു ജോലി ചെയ്യാൻ പറ്റുന്നത് അല്ലേ? നമ്മൾ നമ്മുടെ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ടല്ലോ. നമ്മൾ LKG കൊണ്ടാക്കിയതും നമ്മൾ UKG പഠിച്ചതും നമ്മൾ ഫസ്റ്റിൽ പഠിച്ചതും സെക്കൻഡിൽ പഠിച്ചതും എല്ലാം നമ്മളിങ്ങനെ തിങ്ക് ചെയ്യാറുണ്ടല്ലേ? നമ്മൾ ഓർക്കാറുണ്ട്, നമ്മൾ അതിനെയൊക്കെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള ബ്രെയിൻ എന്ന ഒരു ഇൻറ്റേർണലായിട്ടുള്ള ഒരു ഭയങ്കര നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ഓർഗൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ആ ഓർഗൻ്റെ പേരാണ് ബ്രെയിൻ. ബ്രെയിൻ ഹെൽപ്പ് us ടു സോൾവ് പ്രോബ്ലംസ്. നമ്മുടെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും, തിങ്ക് ചെയ്യാൻ പറ്റും, തിങ്ക് ആൻഡ് റിമെമ്പർ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് മിസ് നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? അത് തിങ്ക് ചെയ്യണം, എന്നിട്ട് വേണം അത് ആൻസർ പറയാൻ. അപ്പം ഇതിനെയെല്ലാം സഹായിക്കുന്ന നമ്മളെ ബോഡി പാർട്ടാണ് എന്ത്? ബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ആസ് മസിൽ മൊമെൻറ്റ്സ്. മസിലിൻ്റെ മൊമെൻറ്റ്സിനെ എല്ലാം സഹായിക്കുന്ന ഒരു ബോഡി പാർട്ടാണ് എന്ത്? നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ നമ്മുടെ വോളണ്ടറി ആക്ഷൻസും ഉണ്ട്, ഇൻവോളണ്ടറി ആക്ഷൻസും ഉണ്ട്. അതായത് നമ്മൾ പുറമേ ചെയ്യുന്ന സ്വമേധയെ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ കഴിക്കുന്നു, നമ്മൾ പഠിക്കുന്നു, നമ്മൾ ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു, ഈ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്ന വോളണ്ടറി ആക്ഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വോളണ്ടറി ആക്ഷൻ. ഈ വോളണ്ടറി ആക്ഷനും ഈ ബ്രെയിനിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇൻവോളണ്ടറി ആക്ഷൻ ഉണ്ട്, അതായത് നമ്മളെ ബോഡിക്കുള്ളിൽ നടക്കുന്ന ഡൈജഷൻ. നമ്മൾ ഫുഡ് കഴിക്കുന്നു, പക്ഷെ അതിനകത്തുള്ള പ്രോസസ്സിങ് എല്ലാം നടക്കുന്നില്ലേ? അത് ഇൻവോളണ്ടറി ആക്ഷനാണ്. അതും കൺട്രോൾ ചെയ്യുന്ന ആളാരാണ്? ഈ ബ്രെയിനാണ്. നമ്മുടെ ഹാർട്ടിങ്ങിന് ബ്ലഡ് എല്ലാം നമ്മളെ ബോഡി പാർട്ടിലോട്ടും കൊടുക്കുന്നു. അത് ആരാണ് ചെയ്യുന്നത്? ഈ ബ്രെയിനാണ് ചെയ്യുന്നത്. അപ്പോൾ വോളണ്ടറി ആക്ഷൻസും ഉണ്ട്, ഇൻവോളണ്ടറി ആക്ഷൻസും ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിനാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ബ്രെയിനിന് പ്രധാനമായിട്ടും 3 പാർട്സ് ഉണ്ട്. ദാറ്റ് വി കോൾ സെറിബ്രം, cerebellum and medulla oblongata. Medulla. Brain have 3 main parts that we call cerebrum, cerebellum and medulla. Cerebrum എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന് 3 പാർട്ടുള്ളതിൽ ഏറ്റവും വലിയ പാർട്ടാണ് എന്ത്? സെറിബ്രം. നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? തിങ്ക് ആൻഡ് റിമെമ്പർ. Like that programs are done by the help of this cerebrum. സെറിബ്രത്തിന് തൊട്ട് താഴെ കാണുന്ന ബ്രെയിനിൻ്റെ പാർട്ടാണ് എന്ത്? സെറിബെല്ലം. ഇത് നമ്മളെ മസ്കുലാർ മൊമെൻറ്റ്സിനെയും നമ്മളെ ഫിസിക്കൽ ബാലൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സെറിബെല്ലം സഹായിക്കുന്നു. ഈ മെഡുലയാണ് എന്ത് സഹായിക്കുന്നത്? നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ആക്ഷൻസ് എല്ലാം നമ്മുടെ ബ്രെയിനിനെ ജോലി ചെയ്യാൻ സഹായിക്കുന്ന ബ്രെയിനിൻ്റെ പാർട്ടാണ് എന്ത്? മെഡുല ഒബ്ലോങ്കേറ്റ. I think all you understand what I taught you. You don't worry, inshallah we can revise it in next class. Then I give you notes in my WhatsApp. You write all the notes from that WhatsApp and you write in your fair note. Then you study and practice it in your old notebook. You know we are practicing last year like that. You all study well. I hope you are enjoy and thank you. Assalamu alaikum.